ഈ ബ്ലഡ് റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സ് വളരെ വ്യത്യസ്തമാണ്. അതെ സർ. വാ മോനെ, ഡോക്ടർ വന്നു. ഡോക്ടർ, എന്തായി? ഓപ്പറേഷനുള്ള ഏർപ്പാടുകളൊക്കെ കഴിഞ്ഞിരുന്നോ? ഈ ഓപ്പറേഷൻ നടക്കില്ല. നിങ്ങൾ എന്താ പറയുന്നത്? മനസ്സിലായില്ല. എന്തുകൊണ്ട് നടക്കില്ല എന്ന്? മിസ്റ്റർ അനൂജ്, എനിക്ക് നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാവുന്നുണ്ട്. ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം ഞാൻ ചെക്ക് ചെയ്തു. അതിൽ നിന്നുള്ള ഫൈൻഡിങ്സ് അനുസരിച്ച് നോക്കുമ്പോൾ പ്രൊസീജിയേഴ്സ് പോസിബിൾ അല്ല. പോസിബിൾ അല്ലെന്നോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയേ. എന്റെ നിയന്ത്രണം വിട്ടു പോകുന്നതിന് മുൻപായിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാനുള്ള കാര്യങ്ങൾ നോക്കണം. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. അനികയും അമർ സാറും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യയുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. അല്ലെങ്കിൽ നിന്റെ ഓപ്പറേഷൻ ഞാൻ ഇവിടെ തന്നെ വെച്ച് ചെയ്യും. കേട്ടോ സനൂജ്? അത് പിന്നെ അമർ സാറ്. താൻ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്യും. അനൂജ്, രാധിക, നിങ്ങൾ രണ്ടാൾ ഇവിടെ നിൽക്ക. സർ, നിങ്ങളുടെ മോന്റെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. ഞാൻ രണ്ടു കുട്ടികളെയും ഐസിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് ബൈ ദ വേ, അനികയുടെ ബോൺമാരോ നമുക്ക് മാച്ചായി. അനികയുടെ സർ, അനികയുടെ ഹാർട്ട് ബീറ്റ് ഡൗൺ ആവുക. അനിക! സർ, ഒരു മാറ്റമില്ലല്ലോ, ഡൗൺ ആവുക. കുട്ടിയുടെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എത്രയും വേഗം പുറത്തു പോകണം, പ്ലീസ്. എന്തായാലും ആദ്യം സേഫാണല്ലോ, സമാധാനമായി. ഞാൻ വളരെ ഹാപ്പിയാ.